അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 4 വെള്ളിയാഴ്ച. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറയുകയാണെന്ന് US സർക്കാരിന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള തെറ്റായ വിവര പ്രചാരണങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇടയാക്കുന്നുവെന്നും ഇക്കാരണത്താൽ ഇന്ത്യയെ പ്രത്യേക ആശങ്കയുളവാക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും US വിദേശകാര്യ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതേസമയം US സർക്കാരിന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ പക്ഷപാതിത്വമുള്ളതും രാഷ്ട്രീയ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഇന്ത്യ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദേശവിരുദ്ധർ ആരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സർക്കാർ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ശ്രദ്ധയിൽപ്പെട്ട ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഉടൻ അറിയിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലും ഗവർണർ വിശദീകരണം തേടി. P. ശശിക്കെതിരായ PV അൻവറിന്റെ ആരോപണങ്ങളെ അർഹിച്ചവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PV അൻവറിന്റെ ലക്ഷ്യം CPM-ഉം LDF സർക്കാരുമാണെന്നും ഇനിയിപ്പോൾ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അതിനെയും നേരിട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചു. CPM സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതിക്കത്തിലെ ആരോപണങ്ങളിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ശശി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നോട്ടീസ് പറയുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് 3 ആഴ്ച സമയം നീട്ടി നൽകി കോടതി. അവസാന അവസരമെന്ന പരാമർശത്തോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സമയം നീട്ടി നൽകിയത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനൊപ്പം ദേവസ്വങ്ങൾക്കും കോടതി സമയം അനുവദിച്ചു. തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന് പ്രതികരണവുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഗൂഢാലോചന കണ്ടെത്തി ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ നാളെ പൂരം കാണാൻ എത്തുന്നവരുടെ പേരിലും കേസെടുക്കുമോ എന്നും ചോദിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് അന്വേഷണം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ലെന്നാണ് കരുതുന്നതെന്നും സത്യം പുറത്തുവരാൻ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. PR ഏജൻസി, തൃശൂർ പൂരം, ADGP എന്നീ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളങ്ങളാണ് പത്രസമ്മേളനത്തിൽ തട്ടിവിട്ടതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. കള്ളം പറയാൻ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ തുറക്കുന്നതെന്നും മഹാരഥന്മാരായ മുഖ്യമന്ത്രിമാർ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നും പിണറായി വിജയൻ മറക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. ADGPയുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി DGP നൽകിയ റിപ്പോർട്ട് ഒക്കത്ത് വെച്ചുകൊണ്ടാണ് മറ്റൊരു റിപ്പോർട്ട് നൽകാൻ വീണ്ടും DGPയെ ചുമതലപ്പെടുത്തിയതും CPI തലകുത്തി നിന്നാൽ പോലും ADGPയെ ഒരു ചുക്കും ചെയ്യില്ലെന്നും CPI സെക്രട്ടറി ബിനോയ് വിശ്വം കാശിക്ക് പോകുന്നതാണ് നല്ലതെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. P. ശശിയോ ADGP അജിത് കുമാറോ അല്ല മാറേണ്ടതെന്നും രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയെന്നും മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഓഫീസിലെ ആളുകൾ മാറിയാൽ മുഖ്യമന്ത്രിക്ക് വേറെ ആളുകളെ കിട്ടും. ശിവശങ്കരന് പകരം ശശിയെ കിട്ടിയ പോലെ. കൊള്ളരുതായ്മ ചെയ്യാൻ എല്ലാ കാലത്തും പിണറായിക്ക് ഒത്ത കള്ളന്മാരെ കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. ധീരമായ നിലപാടെടുത്താണ് അൻവർ നീങ്ങുന്നതെന്നും KM ഷാജി പറഞ്ഞു. കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടൻ മോഹൻരാജ് അന്തരിച്ചു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം. 300ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടമായവരെ പുനരധിവസിപ്പിക്കുന്നതിന് മോഡൽ ടൌൺഷിപ്പ് ഒരുക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരമാണ് സ്ഥലം ഏറ്റെടുക്കുകയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ബിനോയ് വിശ്വം. CPI സംസ്ഥാന നിർവാഹക കൌൺസിൽ യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചത്. DGPയുടെ നേതൃത്വത്തിൽ ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട കാര്യവും ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു. നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ സന്ദീപിനും അനിൽകുമാറിനും ക്ലീൻ ചിറ്റ്.
കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് റഫറൻസ് റിപ്പോർട്ട് നൽകി. പരാതി വ്യാജമാണെന്നും മർദ്ദിച്ചതിന് തെളിവില്ലെന്നും ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുമുള്ള വാദമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെഎസ്ആർടിസി സെപ്റ്റംബർ മാസത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ചെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. കെഎസ്ആർടിസിയുടെ 85% ഡിപ്പോകൾ സെപ്റ്റംബറിൽ പ്രവർത്തന ലാഭം നേടിയെന്ന് മന്ത്രി അറിയിച്ചു. ഈ ചരിത്ര നേട്ടത്തിൽ ജീവനക്കാരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ പരാതി നൽകി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള അഭിമുഖത്തിനെതിരെയാണ് പരാതി. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കും സിജെഎം കോടതിയിലുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. അഭിമുഖം നടക്കുമ്പോൾ തന്റെ മുറിയിലേക്ക് ആരൊക്കെയോ കടന്നുവന്നു എന്നാണ് പിണറായി പറയുന്നത്. നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞും സംഘപരിവാറിനെ വീടുപണി ചെയ്തും ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയേറെ അപഹാസ്യനാകാതെ അന്തസ്സോടെ സ്ഥാനം രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മുൻപിൽ പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി അപഹാസ്യനായെന്ന് കെ സുരേന്ദ്രൻ. ഒരു കള്ളം മറക്കാൻ 100 കള്ളം പറയുകയാണ് മുഖ്യമന്ത്രി. മാധ്യമ പ്രവർത്തകയെ കൂടാതെ മറ്റൊരാൾ റൂമിലിരുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല. മുഖ്യമന്ത്രി രാജിവെച്ച് ജനങ്ങളോട് നീതി പുലർത്തണമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ ഉടൻ മന്ത്രിയായി നിയമിക്കില്ല. മുഖ്യമന്ത്രിയുമായുള്ള എൻസിപി നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ തീരുമാനത്തിനായി കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. കൂടിക്കാഴ്ചയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വം ദേശീയ നേതാക്കളെ അറിയിക്കും. എഡിജിപിയുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. വയനാട് ഉരുൾപൊട്ടലിൽ സേവന പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന ആംബുലൻസുകൾ പോലീസ് തടയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് എഡിജിപി MR അജിത് കുമാറിനെ കണ്ടതെന്നും 4 മിനിറ്റായിരുന്നു കൂടിക്കാഴ്ചയെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണയുമായി KT ജലീൽ MLA. അദ്ദേഹത്തിന് മനഃപൂർവ്വം തെറ്റ് സംഭവിക്കില്ല എന്നതിൽ 101% ഉറപ്പുണ്ടെന്ന് ജലീൽ പറഞ്ഞു. 3 കൂട്ടത്തിലുള്ള വർഗീയ ശക്തികളും മുഖ്യമന്ത്രിയെയും CPM-നെയും ഒരേ സമയം ആക്രമിക്കുന്നുവെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. PV അൻവറിനെ വർഗീയതയുടെ കുഴിയിൽ വീഴ്ത്താൻ വർഗീയ ശക്തികൾ ശ്രമിക്കുകയാണെന്ന് KT ജലീൽ. അൻവർ മതനിരപേക്ഷവാദിയാണ്. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെക്കുറിച്ച് അൻവർ ഉന്നയിച്ച ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്തതാണെന്നും KT ജലീൽ പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയമാണെന്ന് PV അൻവർ MLA. പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ പേടിയാണ്. ഒരു അഭിപ്രായം പറയാൻ നട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും PV അൻവർ ആരോപിച്ചു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ഉണ്ടാക്കിയ സംഭവമാണ് എലത്തൂരിലെ തീവയ്പ് സംഭവമെന്ന ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. എലത്തൂരിലെ ട്രെയിനിൽ ഒരാൾ നടത്തിയ സംഭവമെന്നത് അജിത് കുമാറിന്റെ സൃഷ്ടിയാണെന്നും ഈ സംഭവത്തിന് ശേഷം കണ്ണൂരിൽ ഈ പ്രതിയിരിക്കുമ്പോൾ പൊള്ളലേറ്റിരുന്നില്ല എന്നും ആ വീഡിയോ ദൃശ്യം ADGP ഇടപെട്ട് മായ്ച്ചു കളഞ്ഞുവെന്നും ഷാജി കുറ്റപ്പെടുത്തി. 56 വർഷത്തിനു ശേഷം മഞ്ഞുമലയിൽ കണ്ടെത്തിയ മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 പ്രത്യേക വ്യോമസേനാ വിമാനത്തിലാണ് മൃതദേഹം ചണ്ഡീഗഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. സംസ്കാരം ഇന്ന് പത്തനംതിട്ടയിൽ നടത്തും. 1968 അപകടത്തിൽ കാണാതായ മറ്റ് സൈനികർക്കായി ഹിമാചലിലെ റോത്താങ് ചുരത്തിൽ സൈന്യം തെരച്ചിൽ തുടരുകയാണ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 1ാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം പോലും കേൾക്കാതെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത് ബോധപൂർവമുള്ള കുറ്റമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സൈബർ ആക്രമണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം. കോഴിക്കോട് കമ്മീഷണർക്കാണ് അർജുന്റെ സഹോദരി അഞ്ജു പരാതി നൽകിയത്. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. അർജുനെ കാണാതായ സംഭവത്തിൽ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് ലോറി ഉടമ മനാഫ്.
താനും തന്റെ കുടുംബവും അർജുന്റെ കുടുംബത്തോടൊപ്പമാണെന്നും അർജുന്റെ കുടുംബത്തിന് വിഷമമാകുന്ന തരത്തിൽ എന്തെങ്കിലും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞു. അർജുനെ തിരികെ വീട്ടിലെത്തിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അത് സാധിച്ചുവെന്നും ചിതയടങ്ങും മുൻപ് വിവാദം പാടില്ലെന്നും മനാഫ് പറഞ്ഞു. ആരോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്നതും ഏത് നിയമ നടപടിയും സ്വാഗതം ചെയ്യുന്നുവെന്നും മനാഫ് പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പീഡന പരാതികൾ ഉൾപ്പെടെ ഉന്നയിച്ചവരിൽ പലരും പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യപ്പെടുന്നില്ലെന്നാണ് അറിയിച്ചതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. വ്യാഴാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോഴാണ് അന്വേഷണ സംഘം ഇക്കാര്യം അറിയിച്ചത്. പോക്സോ കേസുകൾ എടുക്കാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി മുൻപാകെ പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അത്തരം റിപ്പോർട്ടുകൾ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതായി കണക്കാക്കുമെന്നാണ് മുന്നറിയിപ്പ്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നതായി ആരോപിച്ച് PV അൻവർ MLAക്കെതിരെ തൃശൂർ സിറ്റി പോലീസിന് പരാതി. ഇടതു പ്രവർത്തകൻ കെ കേശവദേവാണ് പരാതിക്കാരൻ. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെ വർഗീയവാദി, മുസ്ലിം വിരോധി എന്നിങ്ങനെ ആരോപിച്ച് നടത്തിയ പരാമർശമാണ് പരാതിക്ക് ആധാരം. പ്രവാസി മലയാളികൾക്കായി KSFE അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതിയായ KSFE ഡ്യൂവോയുടെ ഗ്ലോബൽ ലോഞ്ചിംഗ് ഇന്ന് സൌദി അറേബ്യയിലെ റിയാദിൽ വെച്ച് കേരള ധനമന്ത്രി അഡ്വക്കേറ്റ് KN ബാലഗോപാൽ നിർവഹിക്കും. റിയാദിലെ ഹോട്ടൽ ഹോളിഡേ ഇൻ അൽ കൈഫ്സിൽ വെച്ച് നടക്കുന്ന പ്രവാസി മലയാളി സമ്മേളനത്തിൽ സൌദി സമയം വൈകിട്ട് 6 മണിക്കാണ് KSFE ഡ്യൂവോയുടെ ഗ്ലോബൽ ലോഞ്ചിംഗ് നടക്കുന്നത്. നിക്ഷേപവും ചിട്ടിയും ചേർന്നുള്ള ഇരട്ട നേട്ടം ലഭ്യമാക്കാൻ ഉതകുന്ന പദ്ധതിയാണ് KSFE ഡ്യൂവോ. KSFE പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെടുത്തി പൂർണ്ണമായും ഓൺലൈൻ വഴി ഇടപാടുകൾ നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. KSFE ചെയർമാൻ K വരദരാജൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ തുടങ്ങിയവരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്നത്തോടെ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 6ൽ നിന്ന് 11ആയി ഉയരും. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾക്കായിരുന്നു നേരത്തെ ഈ പദവി ലഭിച്ചിരുന്നത്. 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ചു കൊന്ന പ്രിൻസിപ്പലിനെതിരെ നൽകിയത് 1700 പേജുള്ള കുറ്റപത്രം. കൊലപാതകം നടന്ന 12 ദിവസത്തിനുള്ളിലാണ് ഗുജറാത്തിലെ ദഹോദിൽ പോലീസ് റെക്കോർഡ് പേജ് നമ്പറുകളുടെ കുറ്റപത്രം നൽകിയത്. ശക്തമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിനെതിരായ കുറ്റപത്രം നൽകിയിരിക്കുന്നതെന്നാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി വിശദമാക്കിയത്. വിനായക് ദാമോദർ സവർക്കറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും കർണാടക ആരോഗ്യമന്ത്രിയുമായ ദിനേശ് ഗുണ്ടുറാവു നടത്തിയ പരാമർശം വിവാദത്തിൽ. സവർക്കർ ഒരു മാംസഭുക്കായിരുന്നുവെന്നും ബീഫ് കഴിക്കുമായിരുന്നുവെന്നും ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞതാണ് വിവാദമായത്. സവർക്കർ ഗോവധത്തിനെതിരായിരുന്നില്ലെന്നും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ബംഗളൂരുവിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഭർതൃബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കുന്നതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ. നിയമവിഷയത്തേക്കാൾ ഇതൊരു സാമൂഹിക വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടരുതെന്നും ബലാത്സംഗം തടയാൻ നിലവിൽ നിയമമുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. ദില്ലി കാളിന്തി കുഞ്ചിൽ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ കയറി വെടിവെച്ചു കൊന്നു. നിമ ആശുപത്രിയിലെ ഡോക്ടർ ജാവേദ് അക്തറാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരാണ് വെടിയുതിർത്തത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റൌഹി മുഷ്താഹയെ വധിച്ചതായി ഇസ്രായേൽ. 3 മാസം മുൻപ് നടത്തിയ വ്യോമാക്രമണത്തിൽ മുഷ്താഹയെയും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റിയും വ്യക്തമാക്കി. ഇന്നലെയാണ് ഇക്കാര്യം ഇസ്രായേൽ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചത്. വെസ്റ്റ് ബാങ്കിന് സമീപം തുൽക്കർമിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സാഹി യാസർ അബ്ദൽ റാസക് കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം. തുൽക്കർമിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അതേസമയം ആക്രമണം അവസാനിപ്പിക്കാൻ രാജ്യാന്തര ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് പലസ്തീൻ ആവശ്യപ്പെട്ടു.
ആക്രമണം ആർക്കും സുരക്ഷയും സ്ഥിരതയും നൽകില്ലെന്നും മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്നും പലസ്തീൻ വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അസറുദ്ദീനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അസറുദ്ദീൻ ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന കാലത്തെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. 2 ഗോളിന് മുന്നിൽ നിന്ന ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില. അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ഇരു ടീമും 2 ഗോളുകൾ വീതം നേടി പിരിഞ്ഞു. ആദ്യ പകുതിയിലാണ് 4 ഗോളുകളും പിറന്നത്. ആദ്യ 21 മിനിറ്റിനിടെ 2 ഗോളിന് മുന്നിൽ നിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ വഴങ്ങിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.